കല കലോ കലയിലേക്ക് അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്നിവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കമായിരിക്കുന്നു. 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരത്ത് അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്ന കലാമഹോത്സവത്തെ വരവേൽക്കാൻ വലിയ ആവേശത്തിലാണ് ആളുകൾ, അല്ലേ? മീഡിയ വണ്ടിന്റെ പ്രത്യേക വേദിയിൽ നിന്നാണ് നമ്മൾ തത്സമയം ചേരുന്നത്. ജിൽസി, നമുക്ക് പ്രധാന വേദിയിൽ ഉള്ള റിപ്പോർട്ടിലേക്ക് പോകാം. എന്തായാലും ഇന്ന് നമുക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്, അല്ലെ? ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകാനായി പ്രധാന വേദിയിൽ നിന്ന് ചേരുന്നത്. ഷബീർ, ഇന്ന് രാവിലെ വർണ്ണാഭമായ ഒരു ഉദ്ഘാടന ചടങ്ങ്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കലാമണ്ഡലത്തിന്റെ നൃത്താവിഷ്കാരം എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. ഞാൻ കാണാൻ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ കമന്റ്സ് ഒക്കെ വന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് മുതൽ ഇപ്പോൾ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചു ഇന്ന് പ്രധാന വേദിയിൽ? ഉദ്ഘാടനം നമ്മൾ പറഞ്ഞതുപോലെ കളറായി. കലോത്സവം ഉദ്ഘാടന വേദി അല്ലെങ്കിൽ ഈ വേദിയിൽ നമ്മുടെ പരിപാടിയെല്ലാം തന്നെ കളറായി. അതിനുശേഷം മോഹിനിയാട്ടമാണ് ഈ വേദിയിൽ ആദ്യം ആരംഭിച്ചത്. പ്രധാന വേദിയിൽ തന്നെ ആദ്യം ആരംഭിച്ച മത്സര ഇനം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ട മത്സരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇത്തരം വലിയ തരത്തിൽ മത്സരം നടക്കുന്ന ഒരു ഇനം കൂടിയാണ് മോഹിനിയാട്ടം. അതിനൊക്കെ വലിയ ആവേശത്തോടെ തന്നെയാണ് മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ, ഒന്നാം വേദിയിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ട മത്സരാർത്ഥികൾ ഈ വേദിയിൽ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം സംഘനൃത്തമാണ് ഈ വേദിയിൽ നടക്കാനുള്ളത്. എന്നാലും വലിയൊരു സ്റ്റേജാണ്. നമുക്കറിയാം 12,000-ഓളം പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ മഹാകഥാകൃത്ത് എട്ടിയുടെ പേരിലാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഈ മോഹിനിയാട്ടമായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഉച്ചയുടെ ആലസ്യം കൊണ്ടാണോ എന്നറിയില്ല, ഈ സമയത്ത് വലിയ കാണികളുടെ വലിയ തിരക്ക് കാണാനില്ല. ഒപ്പം തന്നെ വലിയ വേദിയായതിനാൽ കുറച്ചധികം പേരുണ്ടെങ്കിൽ പോലും നമുക്കത് ദൃശ്യങ്ങളിൽ കാണില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തീരെ ആളില്ലാത്തത് പോലെ തോന്നും. എന്തായാലും ഇത് കഴിഞ്ഞാൽ ഇവിടെ സംഘനൃത്തമാണ് നടക്കാനുള്ളത്. അത് നടക്കുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഏതാണ്ട് 4 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇപ്പോഴത്തെ ഒരു സമയക്രമം അനുസരിച്ച് ഇവിടെ തുടങ്ങുക. ആ നിലയ്ക്ക് വലിയ ആവേശവും കാഴ്ചക്കാരുടെ കാണികളുടെ വലിയ തിരക്കും പ്രധാന വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11:30 മണിയോട് കൂടിയാണ് ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്,